പ്രേഷിതവാഹിനി വന്നിരാ പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്സവങ്ങളും ആഹ്ലാദ തിമിർപ്പും തിരുനാളുകളുടെ പരിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന പൂരപ്പൊലിമയുടെ നാട് കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ പാരമ്പര്യം ഉച്ചസ്ഥൈര്യം പ്രഘോഷിക്കുന്ന കേന്ദ്രമാണ് തൃശൂർ. 1887 തൃശൂർ വികാരിയത്തിൻ്റെയും ഇപ്പോൾ തൃശൂർ അതിരൂപതയുടെയും ആസ്ഥാന ദേവാലയം. കേരളത്തിലെ പ്രഥമ തദ്ദേശീയ രൂപതയായ തൃശൂരിന് ഒരു തിലകച്ചാർത്തായി പ്രശോഭിക്കുന്ന വിശുദ്ധവും വിഖ്യാതവുമായ ദേവാലയം. തൃശൂരിലെ ദേവാലയങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന പരിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ നാമത്തിലുള്ള ലൂർദ് ഭദ്രാസന പള്ളിയിലാണ് MSTയുടെ പ്രേഷിത വാഹിനി ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസുമായി ഇന്ന് എത്തി നിൽക്കുന്നത്. ഒട്ടും വൈകിക്കണ്ടല്ലോ, ആ 3 പാർട്ടിസിപ്പൻസിനെ നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഉഷാറാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് ബാക്കി നിൽക്കുന്ന 3 പാർട്ടിസിപ്പൻസിനെയും നല്ല കയ്യടി കൊടുത്ത് നമ്മുടെ പ്രേഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. മൂന്ന് പേരും പ്രേഷിത വാഹനം കയറാൻ റെഡിയാണോ? റെഡി. 3 പേരും തലയാട്ടിയിട്ടുണ്ട്. ലെനെ, 3 പേരും ഒരുമിച്ച് കയറ്റാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. അറ്റ് എ ടൈം ഒരാളെ നമ്മൾ കയറ്റുള്ളൂ. ആ ആളെ നമ്മളൊരു ഗെയിം കളിച്ച് തീരുമാനിക്കും. ഗെയിം എന്താണെന്ന് പറഞ്ഞേക്കട്ടെ. വിശുദ്ധരെ പരിചയമുണ്ടോ? ഉണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ പേര് പറയുന്ന ആളായിരിക്കും ആദ്യം പ്രേഷിത വാഹനിൽ കയറാൻ പോകുന്നത്. സമയം എത്ര വേണം? 5 സെക്കൻഡ് പോരെ? മതിയില്ലേ? ധാരാളല്ലേ? അപ്പൊ ലെന എത്ര പേര് അവർ പറഞ്ഞു കൗണ്ട് ചെയ്യണേ. ഞാൻ ടൈം നോക്കാം. സോ ഇവിടെ തുടങ്ങിയാലോ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ കൊച്ചുത്രേസ്യ, തോമസ് ലീഹ, മാർക്കോസ് ലീഹ, പൗലോസ് ലീഹ. സ്റ്റോപ്പ്. എത്ര എണ്ണം പറഞ്ഞു ലെന? 4 പേര് പറഞ്ഞു. ശരിക്കും 5 പേര് പറഞ്ഞതാണ്. പക്ഷേ മാർക്കോസ് 2 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ചതുകൊണ്ട് അത് 4 ആയി. നെക്സ്റ്റ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ ചാവറ, വിശുദ്ധ മാതൃ തെരേസ. സ്റ്റോപ്പ്. നെക്സ്റ്റ്. വാഴ്ത്തപ്പെട്ട റാണി മറിയ, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ പൗലോസ് ലീഹ. എത്ര എണ്ണം പറഞ്ഞു? ആരാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധരുടെ പേര് പറഞ്ഞേ? ചേട്ടനല്ലേ? ചേട്ടന്റെ പേരെന്താ? ലൂയി ബ്രൈറ്റ്. അപ്പൊ ലൂയി ചേട്ടനാണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേഷിത വാഹനം കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും സീറ്റിലേക്ക് മടങ്ങാം. ലൂയി ഇവിടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ലൂയിയെ പരിചയമുണ്ടോ? പരിചയമുണ്ടല്ലേ? പക്ഷെ എനിക്കത്ര പരിചയം പോരാ ലേന, എനിക്കത്ര അറിയില്ല. അപ്പം ഞങ്ങൾക്കും നിങ്ങളിൽ ലൂയിയെ അറിയാത്തവർക്കും വേണ്ടിയിട്ട് കൂടുതലായിട്ട് ലൂയി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ലൂയിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കത് കാണാം. എൻ്റെ പേര് ലൂയി ബ്രൈറ്റ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ നഗരത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഇടവക ലൂർദ് ഇടവകയാണ്. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ അപ്പനും അമ്മയും ലൂർദ് ഇടവകയുടെ
മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് എന്നെ വളർത്തിയത്. എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. എൻ്റെ ഹോബി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നെയ്ബേഴ്സിന് പിന്നെ തൃശ്ശൂർ റൗണ്ട് മൊത്തം ചുറ്റി അവിടുത്തെ ചെടികളിലുള്ള ഫ്രൂട്ട്സും ഇതൊക്കെ കഴിക്കുക, അവരുടെ പെറ്റ്സിനെ നോക്കുക, ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ദൈവം നമുക്ക് ഇത്രയ്ക്ക് മനോഹരമായ ലോകത്തിന് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഒരു അവസരം തന്നതിന് ഞാൻ ഇപ്പോഴും നന്ദി പറയാൻ ഒരിക്കലും മറക്കാറില്ല. ലൂയി, എങ്ങനെയുണ്ട് ലൂയിയുടെ പ്രൊഫൈല്? കൊള്ളാം. അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. ലൂയിയുടെ പ്രൊഫൈല് ലൂയി കൊള്ളില്ലെന്ന് പറയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പം എനിക്ക് ഏകദേശം ഒന്ന് പിടികിട്ടി ലൂയി എങ്ങനെയാണ്, അല്ലെ എത്രാം ക്ലാസ്സിലേക്കാണ് പഠിക്കുന്നത്, എല്ലാം പിടികിട്ടി. നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? പിടികിട്ടിയില്ലേ? വഴിയുണ്ട്. പ്രേക്ഷിത വാഹനിൽ ചേട്ടനെ കയറ്റിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ലൂയി ഓടി പ്രേക്ഷിത വാഹനിൽ കയറിക്കോളൂ. ലൂയി, റൂൾസ് ഒക്കെ അറിയാമോ? ഏകദേശം എല്ലാം അറിയാം. 4 റൗണ്ട് ഉണ്ട്. ഏതാണ് ആദ്യം വേണ്ടത്? ആഡ്ജൻഡസ് റൗണ്ട്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സെയിന്റ് തോമസ്, മിഷൻ. സെയിന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം വേണ്ടതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത് വരുന്ന മിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെയിന്റ് തോമസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. ഏതാണ് വേണ്ടത്? മിഷൻ ആണ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മിഷൻ ലീഗിന്റെ അംഗത്വ സ്വീകരണ ദിനം എന്ന്? ഓപ്ഷൻസ്: ജൂലൈ 3, സെപ്റ്റംബർ 8, ഒക്ടോബർ 20, ജനുവരി 6. ഒക്ടോബർ 20. ഒക്ടോബർ 20 തന്നെയാണോ ഉത്തരം? ജൂലൈ 3 ആണ്. ഇപ്പോൾ ഒക്ടോബർ 20 മാറ്റി ജൂലൈ 3 എന്നുള്ളൊരു ഉത്തരം ലൂയി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, ജൂലൈ 3. ഇപ്പൊ ലൂയി ആദ്യത്തെ ഉത്തരം പറഞ്ഞു തെറ്റിപ്പോയി, നന്നായില്ലേ മാറ്റി പറഞ്ഞത്? അതെ. പക്ഷെ ഈ റൗണ്ടിലെ സമ്മാനം വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം കൂടെ കറക്റ്റ് ആക്കണം. അപ്പൊ ആ ചോദ്യം നോക്കാം. 7 പള്ളികളിൽ തൃക്പാലേശ്വർ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന സ്ഥലമേത്? നിരണം എന്നാണ് ലൂയി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ശരിയാണോ എന്ന് നോക്കാം. നിരണം ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെ ഫസ്റ്റ് ചൂസ് ചെയ്ത റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ലെനെ, ആ സമ്മാനം കൊടുത്തേക്ക്. ഒരു റൗണ്ടാണ് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്തത് ഏത് റൗണ്ടാണ് വേണ്ടത്? ജെറുസലേം റൗണ്ട്. സഭാചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും രണ്ടാമത്തേത് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം നോക്കിയാലോ. സീറോ മലബാർ കുർബാനയിലെ ഏതു ഗീതത്തെയാണ് സൂമാറ എന്ന് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ദിവ്യരഹസ്യ ഗീതം, ഹല്ലേലൂയ ഗീതം, ആശംസാ ഗീതം, ഓശാന ഗീതം. ഹല്ലേലൂയ ഗീതം എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ശരിയാണോ എന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, ഹല്ലേലൂയ ഗീതം. ഈ റൗണ്ടിൽ ഒരു ചോദ്യം നമുക്ക് വെയിറ്റിംഗ് ആണ്. ആ ചോദ്യം നോക്കാം. കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർപ്പണം, സമർപ്പിക്കുക. ഉത്തരം ശരിയാണോ? ചിലർ പറയുന്നു ശരിയാണ്, ചിലർ പറയുന്നു ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. അർപ്പണം, സമർപ്പിക്കൽ. ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ട് കഴിഞ്ഞോ? ഇനി ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലും 2 ചോദ്യങ്ങളും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞ് സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം ഞങ്ങൾ തരാണ്.
ലൂയിക്ക് മാത്രം മതിയോ സമ്മാനങ്ങൾ? വേണ്ട, വേറെ ആൾക്കാർക്കും വേണം. വേറെ ആൾക്കാർക്കും വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിയൻസിന് സമ്മാനം വേണ്ടേ? അപ്പൊ ലൂയി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കും കൂടി കുറച്ച് സമ്മാനം തന്നേക്കെന്നാണ്. പക്ഷെ അങ്ങനെ വെറുതെ തരാൻ പറ്റുമോ? പറ്റില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറഞ്ഞാൽ സമ്മാനം കിട്ടും. ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: ലൂർദ് പള്ളിയുടെ ഭൂഗർഭ ദൈവാലയം വെഞ്ചരിച്ചത് എന്ന്. ഒരു ചേച്ചി ചാടിക്കേറി കൈ ഉയർത്തിയിട്ടുണ്ട്. ചേച്ചി വായോ. December 17. കറക്റ്റ് ആയിരിക്കോ? അറിയില്ലേ? ചേച്ചിയുടെ ആൻസർ ഉണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞോട്ടെ, ആൻസർ പറഞ്ഞോട്ടെ. ആൻസർ കറക്റ്റ് ആണ്. 1952 December 17. സമ്മാനം വേണ്ടേ? ലേനെ, സമ്മാനം കൊടുത്തേക്ക്. ലൂയി, ബാക്കി നിൽക്കുന്നത് 2 റൗണ്ടാണ്. ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ റൗണ്ട്. വിഷ്വൽ റൗണ്ടാണ് ജെറീക്കോ റൗണ്ട്. നമ്മളിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. അത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആ വീഡിയോ റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വീഡിയോയിൽ നിന്നായിരിക്കും ലൂയിക്കുള്ള ക്വസ്റ്റ്യൻ. വീഡിയോ കണ്ടിട്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് പാഡും പേനയും നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാം. തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച 5ാമത്തെ സ്ഥലമാണ് കോക്കമംഗലം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയത്തിനു പുറത്ത് കായൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ കുരിശ് ഈ നാടിന്റെ അനുഗ്രഹമായി ഇന്നും ഉയർന്നു നിൽക്കുന്നു. വീഡിയോ ഒക്കെ കണ്ടോ? കണ്ടു. കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച കോക്കമംഗലം ഇന്ന് ഏത് രൂപതയുടെ കീഴിലാണ്? എറണാകുളം രൂപതയുടെ കീഴിൽ. എറണാകുളം എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. എറണാകുളം അങ്കമാലി. ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് സമ്മാനം നേടിയിരിക്കുകയാണ്. സമ്മാനം വേണ്ടേ? സമ്മാനം തരാണ് ഞങ്ങള്. അടുത്തതായിട്ട് ലൂർദ് ഇടവകയിലെ തിരുബാല സഖ്യത്തിലെ കുട്ടികളാണ് ഒരു ഗ്രൂപ്പ് ഡാൻസുമായി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതിരൂപത തലത്തിൽ ചിൽഡ്രൻസ് മിനിസ്ട്രി നടത്തിയ മത്സരങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇനി നമ്മുടെ മുന്നിൽ. കൈയടിച്ചവരെ സ്വീകരിച്ചാലോ? സർവേശനാം സൃഷ്ടാവാം ദൈവമേ, ലോകേശ്വര സ്വർഗദാതാ, വരണമേ നീ എൻ ഹൃദയത്തിൽ, ആത്മാവാം പരിശുദ്ധനെ നമഃ.
സംരക്ഷിക്കാൻ തിരുമനസായി അന്നൊരു നാൾ സർവേശ്വരൻ ഹൗവയാം നാരിയെ കൂട്ടിനായി കൊടുത്തോര നാഥ നീ വരു ഹൃത്തിൽ ശാന്തന അടിമുടിയഴകഴും നായിക അവൾ സരള സ്വരൂപിണി സുന്ദരി നിനി സദരി നി സദരി നി സദരി നി മമ സദരി നി മമ മമ നി നി സദരി നി സരി മരി സ ഹരി സരി സനി സദനി പപ മരി നി മരി സ നി സരി മരി സ നി സരി സരി മരി നി പപ നി പ മരി മരി പപ നി മ നി സരി മ പ മരി സരി സരി നി സ പ നി മ മരി ആ സ സ സ സരി നി 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 സ പ പ പ നി പ മരി മ പ മരി മരി സരി മരി പ പ മരി മരി സരി നി പ പ മരി മരി സരി സരി മ മ പ സ്വർഗപിതാവ് പറുദീസായിൽ വന്നു ആദാമിനെ പരീക്ഷിക്കുവാൻ തിരുമനസായി നന്മ തിന്മത്തൻ വൃക്ഷഫലങ്ങൾ തിന്നരുതെന്നോതി ദൈവം മറഞ്ഞു അതിശീഘ്രമാ സർപ്പവും വന്നടുത്തു അവൻ ഹൗവയെ സമീപിച്ചു വഞ്ചിക്കാൻ പ്രലോഭനം നടത്തി സാത്താന്റെ വാക്കുകളാൽ ഫലം തിന്ന ഹൗവയപ്പോൾ പിന്നീടവൾ ഫലം കൊടുത്തു ആദാമിനും ദൈവപിതാവെന്നു തന്നെ ആദാമിന്റെ അരികിൽ വന്നു കൽപ്പിച്ചു പാപം ചെയ്ത നിങ്ങൾ പറുദീസ തന്നിൽ നിന്ന് പുറത്തുപോയി ജീവിക്കൂ ശാപം കേട്ടയാളം വിഷാദനായി കൊടിയ ദുഃഖത്താൽ അവിടെ ചുറ്റിയിടവേ ദുഃഖം ശമിപ്പിക്കാൻ വീണ്ടും എത്തി താതൻ രക്ഷകനെത്തുമെന്ന് മോഹം ജനിച്ചു കാലമതു കഴിഞ്ഞപ്പോൾ എഴുന്നള്ളി രക്ഷകൻ ഹല്ലേലൂയ പാടി സ്തോത്രഗീതം പാടി മാലാഖമാർ കിന്നാരം പറഞ്ഞും പുന്നാരം പാടിയും ആടിയും ദൈവത്തിൻ പുത്രൻ കന്യകാസുതൻ പുൽക്കൂട്ടിൽ പിറന്ന നേരം നാട് താണ്ടി നഗരം താണ്ടി പൊന്നുമീറ കുന്തുരുക്കവും കാഴ്ചയുമായി വന്നല്ലോ രാജാക്കന്മാർ യേശുനാഥൻ വന്നു ഇവിടെ കഥ മാറി നന്മയും തിന്മയും വേർതിരിച്ചു കള്ളവും ചതിയും താർക്കോരി മകളും എടുത്തു ദൂരെ എറിഞ്ഞു പാപം നീക്കി പുണ്യം വന്നു രക്ഷകരെത്തി അത്ഭുതങ്ങൾ ചെയ്തു ലോകത്തിൻ നാഥൻ മാനവർക്കായി ശാന്തിയാർജനം ഉളകിതരാ സ്നേഹം നൽകിയ യേശുനാഥനെ ഒറ്റിക്കൊടുത്തിടുന്നു ശിഷ്യനാം യൂദാസ് 30 വെള്ളിക്കാശിനായി ഈ പുതുലോകത്തിൽ ഒരു വിശ്വാസത്തിൽ സഭയെന്ന കൂട്ടായ്മ സ്നേഹമാണ് ഇതു നമ്മൾ ഓർക്കണം സ്നേഹവും ത്യാഗവും കൊടുത്തിടണം വിശ്വാസ വിത്തുകൾ മനസ്സിൽ വിതയ്ക്കുവാൻ നമുക്ക് മുന്നേറാം വിശ്വാസ ജീവിതം സംരക്ഷിക്കാൻ നമുക്കൊത്തു ചേരാം
നമുക്കിനി എന്താ ബാക്കിയുള്ളത്? ഇനി മാർഗം. ഇനി മാർഗം റൗണ്ടാണ് നമുക്ക് ബാക്കിയുള്ളത്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. 2 വിശുദ്ധരെ കാണിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് 2 വിശുദ്ധര്? വിശുദ്ധ അൽഫോൺസമ്മയും വിശുദ്ധ ചാവറ കുര്യാക്കോസും. ആരെയാണ് ലൂയിക്ക് ഇഷ്ടം? ചാവറ കുര്യാക്കോസ്. അപ്പൊ നമുക്ക് വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കിയാലോ? ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം. ഞാൻ ചോദ്യം ആവർത്തിക്കാം. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം. 1851. 1851 എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അത് തന്നെയാണോ? ചാവറയച്ചനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെന്നാണ് ലൂയി പറഞ്ഞത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിന് മുൻപായിരിക്കുമോ അതിന് ശേഷമായിരിക്കും? മുൻപാവാനാണ് സാധ്യത. അപ്പൊ ഒരു ഉത്തരം പറഞ്ഞു നോക്കിയേ. വേറൊരു ഉത്തരം. 1846. 1846 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും അവിടുന്ന് ചിലർ കൈയടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. 1846. ആദ്യം പറഞ്ഞ ഉത്തരം തെറ്റായിരുന്നു. മാറ്റി പറഞ്ഞതാ കറക്റ്റ് ആക്കി സമ്മാനം നേടിയിരിക്കുകയാണ്. ലെനെ, സമ്മാനം കൊടുത്തേക്ക്. നിങ്ങൾ ഓഡിയൻസിന് സമ്മാനം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ചാൻസ് ആണ്. ഇനി ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: പുത്തൻപള്ളി ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന്. ചോദ്യം ഞാൻ രണ്ടാമത് ചോദ്യം ചോദിക്കാൻ വന്നാ സാരില്ല. ചേച്ചി എഴുന്നേറ്റ് സ്ഥിതിക്ക് ഇനി ചോദ്യം ചോദിക്കുന്നില്ല. ചേച്ചി മുന്നോട്ട് വരെ. വെറുതെ എണീറ്റതാണോ? ശരിക്കും എണീറ്റതാണ്. എനിക്ക് പോരെ. ആൻസർ കറക്റ്റ് ആണ്. 1992. പോവാണോ ചേച്ചിക്ക്? സമ്മാനം വേണ്ടേ? അപ്പോ ചോദ്യം തീരുന്നതിന് മുൻപേ ചാടി എണീറ്റ് വന്ന ആളല്ലേ, അപ്പൊ സമ്മാനമായിട്ട് പോയാ പോരെ? വേണം. അപ്പൊ സമ്മാനം കൊടുക്കാം. ലിഖിത, അങ്ങനെ നമ്മുടെ ഓഡിയൻസും സമ്മാനം വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ മെമൻറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൂയിയുടെ ആ അവസാന ചോദ്യമാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ചോദ്യം ഇതാണ്: ഇപ്പോഴത്തെ ലൂർദ് പള്ളി സ്ഥാപിച്ചതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് എന്ന്. ഒരു ഡൗട്ടുണ്ട്. സുവർണ ജൂബിലി എന്ന് പറഞ്ഞാൽ 100 years ആണ്. ഇപ്പോഴത്തെ ലൂർദ് പള്ളി സ്ഥാപിച്ചതിന്റെ 50ാമത്തെ വാർഷികം ആഘോഷിച്ചത് എന്ന്. ഒരു കാര്യം ചെയ്യാം. ഇത്രയൊക്കെ ആൻസറും എടുക്കാനായിട്ട് പറഞ്ഞില്ലേ, ആർക്കെങ്കിലും നമ്മുടെ ലൂയി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ആൻസർ അറിയാമോ? അറിയോ? പോരെ. ഒന്ന് കൈയടിച്ചേ. നമ്മുടെ ലൂയിയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളാ. December 27. ആഗ്നസ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് നോക്കിയാലോ? നോക്കാം. 2007 December 27 കറക്റ്റ് ആൻസർ ആണ്. ആഗ്നസ് നമ്മുടെ പാർട്ടിസിപ്പൻ്റ് ആണ്. ആഗ്നസ് വന്ന് നമ്മുടെ ലൂയിക്ക് ഒരു ആൻസർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. സന്തോഷമായോ? സന്തോഷമായി. ഒരു പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള പരസ്പര സ്നേഹവും ഐക്യമൊക്കെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. 7 ചോദ്യങ്ങളും അങ്ങനെ കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. സന്തോഷമായോ? സന്തോഷമായി. ആ സമ്മാനം മാത്രമാണോ കൊണ്ടുപോകാൻ പോകുന്നത്? അല്ല, പിന്നെ എന്തൊക്കെയുണ്ട്? മെമൻറ്റോ, സർട്ടിഫിക്കറ്റ്, ഗിഫ്റ്റ്. കുറച്ച് ഡബിൾ ഹാപ്പി ആയല്ലേ? ലൂയിനെ ഈ MSTയുടെ പ്രേക്ഷിത വാഹനത്തിൽ നിന്ന് ആ സമ്മാനങ്ങളും ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമൻറ്റോയുമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിടാൻ പോകുന്നത്. ലൂയി, അപ്പൊ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അമ്മയും പപ്പയും ചേച്ചിയും. ലൂയിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മുന്നോട്ട് വരാമോ? ലൂയി, ആ സമയത്തേക്ക് ലൂയി ഗിഫ്റ്റ്സ് എല്ലാം എടുത്ത് താഴേക്കും പോന്നോളൂ.
നമ്മുടെ രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റും കൈനിറെ സമ്മാനങ്ങളും മെമൻറ്റോയുമായിട്ടാണ് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. ഒരു കാര്യം ചെയ്താലോ, 2 പാർട്ടിസിപ്പൻസിന് ഇപ്പം തന്നെ അങ്ങ് വിളിച്ചാലോ? ഇപ്പം തന്നെ വിളിക്കാനായിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ലൂക്കാ സുവിശേഷകൻ്റെ 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഓർത്തിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. നിന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത് ഈശോയെ കേൾക്കാത്തവർക്ക്, അവനെ കാണാത്തവർക്ക് അവനെ അറിയിച്ചു കൊടുക്കുക എന്ന ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ്. നമുക്കും ഇറങ്ങിത്തിരിക്കാം. ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ ആ നല്ല ഈശോയെ അപരന് നമുക്കും കാണിച്ചു കൊടുക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. ദിസ് ഇസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിടാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ